ഞാൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി ഷിബു സാർ ഒന്നും പറഞ്ഞില്ല. നിനക്ക് എന്തിനു വേണോടി? കോഴിപ്പല്ലിൽ മതിയെങ്കിൽ ആദിവാസികളുടെ കയ്യിൽ നിന്ന് ഞാൻ കയ്യേറി വെച്ചിരിക്കണ 5 ഏക്കർ യൂക്കാലി തോട്ടമുണ്ട്. അവിടെ ഒരു വീട് വെച്ചോ. ഇനി അതല്ല, തിരുവനന്തപുരത്ത് തന്നെ വേണോന്ന് നിനക്ക് നിർബന്ധമാണെങ്കിൽ നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ പുറകില് ആ ചെങ്കച്ചുള്ളയുടെ മോളില് 5 സെന്റ് പുറമ്പോക്ക് ഭൂമിയുണ്ട്. അത് ഞാൻ നിനക്ക് പതിച്ചു തരാം. അവിടെ ഒരു വീട് കം ബ്യൂട്ടി പാർലർ നീ കെട്ടിക്കാണ്. വീട് പണിഞ്ഞു തന്നെ ഇതുപോലെ ആരെ അറിയിക്കാതെ എന്നെ ഒരു കീപ്പായിട്ട് കൊണ്ടുപോകാനാണോ പരിപാടി? എനിക്കിപ്പോ വീടും സ്ഥലവും എന്നല്ല വേണ്ടത്. പിന്നെ 4 ആളറിയേ എന്റെ കഴുത്തിൽ സാർ ഒരു താലി കെട്ടണം. 5 കുട്ടികളുടെ അച്ഛനായ ഞാനോ? അതിനെന്താ, 5 കുട്ടികളുടെ അച്ഛൻ കല്യാണം കഴിച്ചാ ആകാശം ഇടിഞ്ഞു വീഴുവോ? എന്തായാലും എന്റെ ഓഫീസിലും ഈ തിരുവനന്തപുരത്തുള്ളവരെല്ലാരും അറിഞ്ഞു. പിന്നെ ഇനി എന്ത് ഒളിച്ചു വെക്കാൻ? നീ വെറുതെ ചങ്കിക്കൊള്ളുന്ന വർത്താനൊന്നും പറയല്ലേ. ബാലസാർ വല്ലതും അറിഞ്ഞ എന്നെ വെട്ടി വെട്ടി തുണ്ടാക്കി കളയും. ഓ, നിങ്ങളുടെ ബാലൻ സാർ അത്രയ്ക്ക് യോഗ്യനാണോ? താൻ എന്താ വിചാരിച്ചേ? തന്റെ മന്ത്രിസ്ഥാനം കണ്ട് ഞാൻ മോഹിച്ചു പോയതാണെന്നോ? തന്റെ ബാലൻ സാറിനോട് ഒരു കണക്ക് എനിക്ക് തീർക്കാനുണ്ടായിരുന്നു. അതിനുള്ളൊരു ഉപകരണം മാത്രമായിരുന്നു വട്ടപ്പാറ ഷിബു എന്ന താൻ. സെക്രട്ടേറിയറ്റിലെ അസിസ്റ്റന്റിന്റെ കസേരയിൽ നിന്ന് ഇന്നത്തെ ബാലേന്ദ്രനിലേക്ക് എത്തിച്ചത് ഞാനാണെങ്കിൽ ആ പഴയ കസേരയിലേക്ക് അവനെ എത്തിക്കാൻ എനിക്കറിയാം. ഇന്നല്ലെങ്കിൽ നാളെ ഞാനത് കാട്ടിത്തരാം. നീ എവിടുന്നാ? ആശുപത്രിന്നാ? നിന്നോടുള്ള വൈരാഗ്യത്തിന് ഒരു രാഘവനെ കുത്തിയെന്നാ പത്രക്കാരെ എഴുതിയിരിക്കണേ. കമ്മ്യൂണിസ്റ്റുകാരല്ലേ, ഓരോന്നിനും മടിക്കൂല. ഇത് സൂക്ഷിക്കണം കേട്ടോ. കുട്ടിമാമയ്ക്ക് വേറൊന്നും ചോദിക്കാനല്ലേ? സുമിത്രയുടെ ഈ കുട്ടി എന്തിനുള്ള പുറപ്പാടാണോ? സുമിത്ര, ഞാനിപ്പോ വല്ലാത്തൊരവസ്ഥയിലാണ്. എനിക്കാരുമില്ല, ആരും. ഇന്നങ്ങോട്ട് സ്വയം തീരുമാനിച്ച പിന്നെ ഒരിക്കൽ വിധി നമ്മളെ അകറ്റി. ഒരു നിമിത്തം പോലെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടി. സുഖകരമല്ലാത്തൊരു സാഹചര്യത്തിൽ. ഒക്കെ വിധി. ഇന്നിപ്പോ എല്ലാം കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ തനിച്ചാണെന്ന്. വെറും വാക്ക് പറഞ്ഞല്ല, ഞാൻ ശരിക്കും തനിച്ചാണ്. എനിക്കാരുമില്ല. ഇനി എനിക്ക് നിന്നെ വേണം, എന്റെ ഒപ്പം ജീവിതാവസാനം വരെ. എന്റെ ഭർത്താവെന്ന് പറയുന്ന ആള് മരണം വരെ എന്നോട് സ്നേഹത്തിൽ സംസാരിച്ചിട്ടില്ല. ഞാനോ ഒന്നോർത്ത ഞാനും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? ശശിയേട്ടനോടൊപ്പം കഴിയുമ്പോഴും ഞാൻ മനസ്സുകൊണ്ട് ബാലേട്ടന്റെ പെണ്ണായിരുന്നു. ഇന്ന് ഞാനൊരു വിധവയാണ്. അത് ദൈവനിശ്ചയം. അത് മറികടക്കാൻ നമ്മൾ മനുഷ്യർക്കാവോ? ആവണം. ജനിച്ചു വീണപ്പോഴേ നീ എനിക്കുള്ള പെണ്ണാണെന്ന് തീരുമാനിച്ചതാ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി നീ എന്നോടൊപ്പം ഉണ്ടാവണം, മരണം വരെ. ഇല്ല ബാലേട്ട, ജീവിച്ചിരുന്നപ്പോ ഞാൻ സ്നേഹിക്കാത്ത എന്റെ ഭർത്താവിനെ ഇനിയെങ്കിലും എനിക്ക് സ്നേഹിക്കണം. ഇല്ലെങ്കിൽ ആത്മാവ് പോലും എന്നോട് പൊറുക്കില്ല. പിന്നെ ഞാൻ ഈ ചെയ്തൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? നിന്റെ ഭർത്താവിനെ ട്രാൻസ്ഫർ വാങ്ങി തിരുവനന്തപുരത്തിന് കൊണ്ടുവന്ന ഞാനാ, കാണാൻ. കണ്ണത്തും ദൂരത്തും നീ ഉണ്ടാവണമെന്നുള്ള മോഹം കൊണ്ട്. അന്ന് അവന്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞ നിന്നെ നിന്റെ പാട്ടിന് വിടാൻ. അവനൊന്നും സമ്മതിച്ചില്ല. പിന്നെ ഞാൻ അവനെ അപ്പോ ഞാൻ ഊഹിച്ചത് ശരിയായിരുന്നു അല്ലേ? എനിക്ക് അന്നേ സംശയമുണ്ടായിരുന്നു. അങ്ങനെ ആവരുതെന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഇന്നിപ്പോ ബാലേട്ടൻ തന്നെ എല്ലാം തുറന്ന് സമ്മതിച്ചു. കുഞ്ഞുനാളില് പുരാണ കഥകളിലൊക്കെ വായിച്ചിട്ടുണ്ട്. സ്നേഹിച്ച പെണ്ണിനെ സ്വന്താക്ക യുദ്ധം ചെയ്യിക്കുക, കൊല്ലുക എന്നൊക്കെ. ഞാൻ സ്നേഹിച്ചിരുന്നതും കണ്ടിരുന്നതും
ഈ ബാലേട്ടനെ അല്ല. ഇങ്ങനെ ഒരു ബാലേട്ടനെ എനിക്ക് പരിചയമില്ല. സുമിത്ര, നീ എന്നെ തള്ളി പറയണം. കണ്ണടച്ചാലും തുറന്നാലും ഇന്നെന്റെ മനസ്സില് രക്തം വാർന്നു തുന്നിക്കെട്ടിയ ശശിയേട്ടന്റെ മുഖമാണ്. അത് ഈ ജന്മത്ത് മറക്കാൻ പറ്റില്ല. അവിടെ നിന്നും കൂടുതൽ ആലോചിച്ച ഓർത്തെടുക്കാൻ ഒത്തിരിയുണ്ട്. അവിടെയൊന്നും ഞാൻ സ്നേഹിച്ച ബാലേട്ടനെ അല്ല എനിക്ക് കാണാൻ കഴിയുക. മനസ്സിൽ ഞാൻ സ്നേഹിച്ചിരുന്ന ഒരു പഴയ ബാലേട്ടനുണ്ട്. എനിക്കത് മതി, എനിക്കത് മതി. സായനപത്രം മന്ത്രിയുടെ രഹസ്യബന്ധം. ചൂടുള്ള വാർത്ത, മന്ത്രിയുടെ രഹസ്യബന്ധം. ആരോപണവുമായി യുവതി രംഗത്ത്. പ്രതിപക്ഷം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിരിക്കുന്നു. ചൂടുള്ള വാർത്ത. ചൂടുള്ള വാർത്ത. മന്ത്രി 3 ദിവസമായി തലസ്ഥാനത്ത് നിന്ന് മുങ്ങിയിരിക്കുന്നു. 2 രൂപ. ചൂടുള്ള വാർത്ത. സെക്രട്ടേറിയറ്റ് ജീവനക്കാരിയുമായി മന്ത്രിക്ക് രഹസ്യബന്ധം. സാർ, ഇത് വെറും ഒരു ബ്ലാക്ക് മെയിലിംഗ് ആണ്, എന്നെ തകർക്കാൻ. ഷിബു അതിനൊരു കാര്യം മാത്രമാണ്. ആയിരിക്കാം. ആ പെണ്ണ് നാളെ പത്രസമ്മേളനം വിളിച്ചിരിക്കുകയാണ്. അവൾ അവളുടെ കയ്യിലുള്ള മുഴുവൻ എവിഡൻസും എക്സിബിറ്റ് ചെയ്യും. അതാ ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു സീൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഷിബു രാജിവെക്കണം. അവള് നാളെ അങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തിയില്ലെങ്കിലോ സാർ? എന്താ, ഗുണ്ടായുസമായിട്ട് ഇറങ്ങാനാണോ? അവള് പോലീസ് പ്രൊട്ടക്ഷൻ നിയമപരമായി വാങ്ങിക്കഴിഞ്ഞു. എനിക്കൊരു ചാൻസ് കൂടി തരണം സാർ. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന് സെക്യൂരിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ എന്തും സംഭവിക്കാം. അതിനോ, പക്ഷെ എനിക്ക് ചെയ്തു തരാൻ പറ്റുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ ബാലൻ? നാളെ 5 മണിക്ക് മുമ്പ് വിമല തങ്കച്ചിയുടെ എവിഡൻസ് എന്ന് പറയുന്നത് എന്തും ഞാൻ സാറിന്റെ ഓഫീസിലെത്തിക്കും. അതുവരെ നാളെ 5 മണി വരെ സാർ എനിക്ക് സമയം തരണം. ഓക്കെ, 5:10 ഞാൻ ഷിബുവിനോട് രാജി ആവശ്യപ്പെടും. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. ബാലൻ തിരക്കിലാണെന്ന് തോന്നുന്നു. നിന്നെ കണ്ടത് നന്നായി. വരുന്ന 7ന് നമ്മുടെ ഈ CK റവന്യൂ മിനിസ്റ്ററായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ചടങ്ങിന് നീ വരണം. ഞങ്ങളുടെ നാട്ടിൽ പരക്കെ കേൾക്കുന്ന ഒരു നാട്ടുവർത്താനമുണ്ട്, ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാകുക. ഇവിടെ എനിക്ക് വേണ്ടി വളമാകാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന ഇദ്ദേഹമാണ് CK നായർ. ഷിബു വട്ടപ്പാറ രാജിവെക്കില്ല, പകരം മറ്റാരും സത്യപ്രതിജ്ഞ ചെയ്യുകയുമില്ല. CK ഇനിയും മന്ത്രിയാവാനുള്ള യോഗം തന്റെ ജാതകത്തിലില്ല. അത് വിധി. അതിനോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുക. ബാലൻ സാറോ? എന്താ സാറേ? ഇരിക്കണം സാർ. ഞാൻ പലവട്ടം വാസന്റെ മൊബൈൽ ട്രൈ ചെയ്തു, കിട്ടിയില്ല. എനിക്കിപ്പോൾ മൊബൈൽ ഫോണില്ല സാർ. ഞാനിവിടെ അടുത്തൊരു വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോവുക. പഴയ പരിപാടിയൊക്കെ നിർത്തി മടുത്തു സാർ. 6 കൊലക്കുറ്റമാ. 2 എണ്ണത്തിന്റെ കേസ് തീർന്നിട്ടുമില്ല. രക്ഷപ്പെട്ടാലും ശിക്ഷ കിട്ടിയാലും എനിക്ക് സന്തോഷമാണ്. ഒരാളെ തലക്കടിച്ചോ കുത്തിയോ കൊലപ്പെടുത്തുന്നതിന് ഞാൻ വാങ്ങിച്ചിരുന്ന കാശ് 50,000, ഇല്ലെങ്കിൽ 1,00,000. പണം കൊണ്ട് മാത്രം എന്ത് നേടാനാ സാറേ? സാറ് വന്ന കാര്യം പറഞ്ഞില്ല. ഒന്നുമില്ല, ഞാൻ വെറുതെ ഒന്ന് കാണാൻ. ആ, അത് ചുമ്മാ. എന്തായാലും സാറ് കാര്യം പറയണ്ട. സാറിന് കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട, പിന്നീടൊരിക്കലാവാം. വൈകിയാണെങ്കിലും വാസു എടുത്ത തീരുമാനം നന്നായി. ശരിയാണ് വാസു പറഞ്ഞത്, പണം കൊണ്ട് മാത്രം എന്ത് നേടാനാണ്? ഒന്നും നേടാൻ പറ്റില്ല.
വാസുവിന്റെ മനംമാറ്റം ഒരു നിമിത്തമാണ്. നല്ലതിനോ ചീത്തയ്ക്കോ വേണ്ടിയുള്ള നിമിത്തം. എനിക്ക് സംശയമുണ്ട് സാർ. CK വാസുവിനെ കണ്ടിട്ടുണ്ടാവണം. ഹേയ്, അവന്റെ ഈ നിലപാടിൽ സത്യമുണ്ട് ബഷീറെ. വാസുവിന് മാറാം, നമുക്കോ? നീ വണ്ടിയെടുക്ക്. അവസാന ശ്രമം എന്ന നിലയിൽ വിമല തങ്കച്ചിയെ കൂടി ഒന്ന് കാണണം. കണ്ടിട്ട് കാര്യമുണ്ടോ സാർ? എന്തോ ബാലന്റെ ജീവിതത്തിൽ ഇതുവരെ എല്ലാം സംഭവിക്കുകയായിരുന്നു. എല്ലാം. അത്ഭുതങ്ങളിൽ എനിക്ക് വിശ്വാസമില്ല. പിന്നൊരു അവസാന ശ്രമം.